ഹലോ ഗൈസ്, നോമ്പൊക്കെ ആയിട്ട് എന്നും സെയിം രീതിയിൽ കറി വെച്ച് ബോറടിച്ചിരിക്കുകയാണോ? എന്നാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒരു പാത്രം വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ടുകൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റുക. ശേഷം അതിലേക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ചിക്കനിലൊന്ന് ചൂട് കയറി വരുമ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പതിയെ ചിക്കൻ വെള്ളം വന്ന് തുടങ്ങും. വെള്ളമൊക്കെ വന്ന് ചിക്കൻ ഒന്ന് പകുതി വെന്ത് കാണുമ്പം അതിലേക്ക് 2 തക്കാളി നല്ലപോലെ പേസ്റ്റാക്കി അരച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കി കൂടി വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇറക്കി വെക്കാം. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഇടുന്ന ഈ പച്ചമുളകിൻ്റെയും കറിവേപ്പിലിൻ്റെയും മണമാണ് കേട്ടോ ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ആ ഒരു പച്ചമണം നല്ലൊരു ടേസ്റ്റ് കറിക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പത്തലിൻ്റെ കൂടെ സൂപ്പറാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.